എല്ലാവർക്കും നമസ്തേ. നല്ലൊരു ദിവസമാവട്ടെ. നന്ദനം ഹീലിംഗ് ലൈഫ് ടാരോയിലേക്ക് ഏവർക്കും സ്വാഗതം. എല്ലാവരും ഹാപ്പി ആയിട്ടിരിക്കുക. ആദ്യം എനിക്ക് അതാണ് പറയാനുള്ളത്. എനിക്ക് അങ്ങനെയാണെന്ന് പറയാൻ തോന്നുന്നത്. പുതിയൊരു ദിവസം, പുതിയ പുതിയ നല്ല കാര്യങ്ങളെല്ലാം നിങ്ങളിലേക്ക് വരട്ടെ. ഈ സമയത്ത് ഞാൻ അപ്ലോഡ് ചെയ്യുന്നത് കൊണ്ടാണോ എന്ന് എനിക്കറിയില്ല, വ്യൂവേഴ്സ് കുറവായിട്ടുണ്ട്. പക്ഷെ എനിക്ക് ഈ ഒരു സമയമാണ് ഏറ്റവും നല്ല സമയമായിട്ട് തോന്നുന്നത്. കാരണം ഒരു ദിവസത്തിന്റെ തുടക്കമാണല്ലോ നിങ്ങൾ ഈ വീഡിയോ കാണുന്നത്. അതുകൊണ്ടാണ് ഞാൻ ഇങ്ങനെ ഒരു ടൈം ഫിക്സ് ചെയ്തത്. ഓക്കെ, അപ്പോൾ നിങ്ങളുടെ ഫ്രീ വീഡിയോയിൽ മാത്രം ഈ റീഡിംഗ് കാണാനായിട്ട് ശ്രമിക്കുക. ടൈംലെസ് ആണ്, ജനറൽലെസ് ആണ്. നിങ്ങൾ എപ്പോൾ മുതലാണോ ഈ കാർഡ് റീഡിംഗ് കാണുന്നത് അപ്പോൾ മുതൽ ഇത് വാലിഡായിട്ട് തുടങ്ങുന്നതാണ്. കണ്ണടച്ച് മെഡിറ്റേറ്റ് ചെയ്ത് ഇത് നിങ്ങളുടെ റീഡിംഗ് ആവണേ എന്ന് യൂണിവേഴ്സിനോട് പ്രാർത്ഥിച്ചതിന് ശേഷം റീഡിംഗ് കണ്ടു തുടങ്ങാം. അതിന് മുമ്പായി നിങ്ങളോട് പറയാനുള്ള ഒരു റിക്വസ്റ്റ് എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ നല്ല രീതിയിൽ കമൻറ്റ് ഇടുക. ഞാൻ എപ്പോഴും പറയാറുണ്ട്, പക്ഷേ കമൻറ്റ് ഇപ്പോൾ വളരെ കുറവായിട്ടാണ് വരുന്നത്. എന്താണെന്ന് എനിക്കറിയില്ല. പഴയ എൻ്റെ വ്യൂവേഴ്സ് ഒന്നും ഇപ്പോൾ ഇതിലില്ല എന്ന് തോന്നുന്നുണ്ട്. അവർക്ക് കാണാണ്ടാണോ ഈ നോട്ടിഫിക്കേഷൻ പോകാണ്ടാണോ എന്ന് എനിക്കറിയില്ല. അതുകൊണ്ടാണ് പറയുന്നത്, സബ്സ്ക്രൈബ് ചെയ്യുന്ന സമയത്ത് നിങ്ങൾ ബെൽ ബട്ടൺ കൂടെ ഒന്ന് എനേബിൾ ചെയ്തിട്ട് അതിൽ ആൾ എന്ന് കൊടുക്കുമ്പോൾ മാത്രമേ നമുക്ക് റിക്വസ്റ്റ് വീഡിയോയിൽ എപ്പോഴും അതിൻ്റെ നോട്ടിഫിക്കേഷൻ നമുക്ക് കൃത്യമായിട്ട് കിട്ടുള്ളൂ. കാണാനായിട്ട് ശ്രമിക്കുക. ഓക്കെ, അപ്പോൾ നമുക്ക് കാർഡ് എന്താണ് നിങ്ങളുടെ ഇപ്പോഴത്തെ സാഹചര്യത്തിൽ നിങ്ങളോട് യൂണിവേഴ്സ് എന്താണ് സംസാരിക്കാൻ ആഗ്രഹിക്കുന്നത് എന്ന് നോക്കാം. രണ്ട് തരത്തിലാണ് ഞാനിവിടെ കാർഡ് സ്പ്രെഡ് ചെയ്തിരിക്കുന്നത്. ഇത് നിങ്ങളുടെ എനർജിയും ഇത് അവരുടെ എനർജിയാണ്. നിങ്ങളുടെ പേഴ്സന്റെ എനർജിയാണ്. പേഴ്സന്റെ എനർജി എന്ന് പറയുമ്പോൾ സ്വാഭാവികമായും അവരിപ്പോ ജീവിക്കുന്ന സാഹചര്യം. ഇതില് ആദ്യത്തെ കാർഡ് സൂചിപ്പിക്കുന്നത് നല്ല രീതിയിൽ പറഞ്ഞു പറ്റിച്ചിട്ട് സാഹചര്യമാണ് ഇവിടെ കാണുന്നത്. എപ്പോഴും പറയുമല്ലോ, നിങ്ങൾ എന്താ ഇങ്ങനെ പറഞ്ഞു പറ്റിച്ചിട്ട് പോയി പറയണ എന്ന് നിങ്ങൾ ചോദിക്കേണ്ടത്. കാരണം ഇന്നലെ കണ്ട ആൾക്കാരോ അല്ലെങ്കിൽ മിനിഞ്ഞാന്ന് കണ്ട ആളുകൾ തന്നെ ആയിരിക്കും, റിപ്പീറ്റ് ചെയ്തിട്ട് തന്നെ ആയിരിക്കും ഈ ഒരു കാർഡ് റീഡിംഗ് നിങ്ങൾ കാണുന്നത്. അതുകൊണ്ടായിരിക്കും വീണ്ടും ആ എനർജി വന്നിരിക്കുന്നതെന്ന് എനിക്ക് പറയാൻ പറ്റും. അതിൻ്റെ ഇടയിൽ നല്ല രീതിയിൽ ജീവിച്ച ആളുകളാണ്. പക്ഷെ അതിനേക്കാളും ഇപ്പോൾ ഏറ്റവും വെറുക്കപ്പെട്ടവരായിരിക്കും നിങ്ങൾ. അത് മാത്രമല്ല പറയാൻ ഞാൻ ഇരുന്നാലും ഒരു ബ്ലാക്ക് മാജിക്കൽ എനർജിയിൽ നിന്നാണ് നിങ്ങളുടെ വ്യക്തിനെ അവർ കൊണ്ടുപോയിരിക്കുന്നത്. നിങ്ങളുടെ പേഴ്സണെ നിങ്ങൾക്ക് അറിയാം അല്ലെ, ഒരുപാട് എല്ലാവർക്കും അറിയാം ഇങ്ങനെയൊന്നും ആയിരുന്നില്ല, എൻ്റെ കൂടെ ഉണ്ടാവുമ്പോൾ ഇങ്ങനെയൊന്നും അല്ലായിരുന്നു അവര് എന്ന് നിങ്ങൾക്ക് നല്ല ഉറപ്പുണ്ടായിരുന്നു. പക്ഷെ എങ്ങനെയാണ് അവരിങ്ങനെ ആയത്? അതിന് പെട്ടെന്നൊന്നും വിളിച്ച് അവര് പോയില്ല. പക്ഷെ അൺവാണ്ടഡ് ആയിട്ടുള്ള ഒരു എനർജീനെ ഉപയോഗിച്ചിട്ട് തന്നെയാണ് അവര് കൊണ്ടുപോയിരിക്കുന്നത്. ടവർ സംഭവിച്ചിട്ടുണ്ട്. നിങ്ങൾ വീണു ആ ഒരു അവസ്ഥയിന്ന്. ഏതവസ്ഥയിന്ന്? ചീറ്റിംഗ് ചെയ്തപ്പോൾ തന്നെ നിങ്ങൾ വീണു. നല്ല രീതിയിൽ ജീവിച്ചിരുന്ന ആളുകൾ നിങ്ങളുടെ ഇടയിലേക്ക് ബ്ലാക്ക് മാജിക്കൽ എനർജി വിട്ടയച്ച് സെപ്പറേഷൻ സംഭവിച്ച് നിങ്ങൾ ആ ഒരു ലവ് അതിൻ്റെ കൊടുമുടിയിൽ നിന്ന് നിങ്ങളിപ്പോൾ താഴെ വീണ് വയ്യാതെ കിടക്കുകയായിരുന്നു. പക്ഷേ ജഡ്ജ്മെന്റ് സംഭവിക്കുന്നുണ്ട്. നിങ്ങൾക്ക് നീതി ലഭിക്കാൻ പോകുന്നുണ്ട്. കാരണം ദൈവത്തിന്റെ കോടതിയിലാണ് നീതി വിധിച്ചുകൊണ്ടിരിക്കുന്നത്. അത് എന്താണ് വരുന്നത് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് നല്ല അനുകൂലമായിട്ടുള്ള സാഹചര്യമാണ് ഇവിടെ വരാൻ പോകുന്നത്. 10 ഓഫ് പെന്റക്കിൾ 10 ആണ് വന്നിരിക്കുന്നത്. ഫാമിലി ആയിട്ട് നിങ്ങൾ ഒന്നിക്കാൻ പോവുകയാണ്. അതാണ് നിങ്ങൾക്ക് വരുന്ന ജഡ്ജ്മെന്റ്. നിങ്ങളുടെ പ്രണയത്തിനെ യൂണിവേഴ്സ് നിങ്ങൾക്ക് തിരിച്ചു തരുകയാണ്. പക്ഷെ നിങ്ങൾ പോസിറ്റീവായിട്ട് ക്ലൈം ചെയ്യുക, അല്ലെങ്കിൽ പോസിറ്റീവായിട്ട് മാനിഫെസ്റ്റ് ചെയ്യുക, അല്ലെങ്കിൽ പോസിറ്റീവായിട്ട് ചിന്തിക്കുക. എങ്കിൽ മാത്രമേ നിങ്ങളിലേക്ക് അവർ വരുള്ളൂ. അല്ലാതെ നിങ്ങൾ കരഞ്ഞ് ഇതൊക്കെ നടക്കുമോ ഇനി ഒരു തരത്തിൽ അവർ വരില്ല എന്നൊക്കെ പറയുകയാണെന്നുണ്ടെങ്കിൽ അതേ സംഭവിക്കുള്ളൂ. തഥാസ്തു എന്ന് കേട്ടില്ലേ? തഥാസ്തു ദേവതമാര് എന്താ പറയുന്നത്? നിങ്ങൾ എന്താണോ ചിന്തിക്കുന്നത് അതായി ഭവിക്കട്ടെ എന്നാണ് പറയുന്നത്. അപ്പോൾ അങ്ങനെയായി മാറും. ഇത് എല്ലാവരുടെയും ആവണം എന്നില്ല, കുറച്ച് പേരുടെയെങ്കിലും ആയിരിക്കാം ഈ ഒരു അവസ്ഥയാണ്. പക്ഷെ അത് ആർക്കാണ് എന്നുള്ളത് നമുക്കിപ്പോൾ പേഴ്സണൽ റീഡിംഗ് എടുക്കുന്ന ആൾക്കാർക്കാണെങ്കിൽ കൃത്യമായിട്ട്
നിങ്ങളുടെ എനർജി ആണ് എന്ന് ഉറപ്പ് തോന്നുകയാണെങ്കിൽ ഞാൻ അതിനനുസരിച്ചിട്ടുള്ള ഇത് നിങ്ങളുടേതാക്കി മാറ്റാൻ വേണ്ടിയിട്ടുള്ള ടിപ്സ് ആൻഡ് ട്രിക്സ് ഒക്കെ ഞാൻ പറഞ്ഞു തരും. അത് പേഴ്സണൽ റീഡിംഗ് എടുത്താലേ അല്ലേ അറിയുള്ളൂ. ഇപ്പം നിങ്ങൾക്ക് തോന്നുകയാണ് കുറച്ച് കാര്യങ്ങളൊക്കെ ഞാൻ ഈ പറയുന്ന വാക്കുകളൊക്കെ വെച്ചിട്ട് നിങ്ങളുടെ എനർജി ആണെന്ന് നിങ്ങൾക്ക് തോന്നുകയാണെങ്കിൽ പേഴ്സണൽ റീഡിംഗ് എടുത്താൽ മതി. അല്ലാതെ എൻ്റെ അല്ലാന്നാണെങ്കിൽ നിങ്ങൾ എടുക്കണ്ട, തള്ളിക്കളഞ്ഞോളൂ. അഥവാ നിങ്ങളുടെ ആണ് എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് നീതി ലഭിക്കാൻ പോവുകയാണ്. 10 ഓഫ് കപ്സ് ആണ്, പെൻഡക്കിൾ ആണ്. നല്ല രീതിയിൽ റിലേഷൻഷിപ്പ് മാത്രമല്ല കരിയറും നിങ്ങൾക്ക് ഹീലിംഗ് ആവാനാണ് പോകുന്നത്. 10 ഓഫ് പെൻഡക്കിളും 10 ഓഫ് കപ്സും ഏറ്റവും നല്ല നല്ല കാർഡുകളാണ് ഏറ്റവും അടുത്തടുത്ത് വന്നിരിക്കുന്നത്. ആ ഒരു ഫാമിലി ലൈഫ് എനിക്കിപ്പോൾ മാരേജ് എന്നുള്ളൊരു വേർഡാണ് പറയാൻ തോന്നുന്നത്. ചിലപ്പോൾ മേ ബി നിങ്ങൾ കല്യാണം കഴിഞ്ഞ ആളുകളായിരിക്കാം, എന്നിട്ട് സെപ്പറേഷനായി സംഭവിച്ചതായിരിക്കാം. അല്ലെങ്കിൽ നിങ്ങൾക്ക് കല്യാണത്തിന് വാഗ്ദാനം തന്നിട്ട് അവർ സെപ്പറേറ്റ് ആയി പോയതായിരിക്കാം. എന്തോ നിങ്ങൾ തമ്മിൽ കല്യാണം എന്നുള്ളൊരു വേർഡ് കണക്റ്റഡ് ആണ്. ക്ലിയർ ആകുന്നുണ്ടോ? അപ്പോൾ അതാണ് ഈ 10 ഓഫ് കപ്സ് എന്ന ഫാമിലി കാർഡ് വന്നിരിക്കുന്നത്. വെറും 10 ഓഫ് കപ്സ് ഫാമിലി അല്ല, മക്കളും എല്ലാവരോടും കൂടെ ഇരിക്കാനുള്ളൊരു ഫാമിലി ആയിട്ട്. നിങ്ങൾ വിചാരിക്കും ഇനി എനിക്ക് അങ്ങനെയുള്ള സാധ്യതയൊന്നും ഇല്ല, ഏജൊക്കെ ഓവറായി എന്ന് തോന്നുകയാണെന്നുണ്ടെങ്കിൽ മിറാക്കിൾ സംഭവിക്കാമല്ലോ. അങ്ങനെ ആ ഒരു ഫാമിലി ലൈഫ് ചിലപ്പോൾ നിങ്ങൾ തന്നെ അദ്ദേഹത്തിന് ഒരു കുട്ടിയായിട്ട് കാണുന്നുണ്ടാവും, അല്ലെങ്കിൽ അദ്ദേഹം നിങ്ങളൊരു കുട്ടിയായിട്ട് കാണുന്നുണ്ടാവും. അങ്ങനെ ഒരു എനർജിയൊക്കെയാണ് എനിക്കിവിടെ വരുന്നത്. അപ്പോൾ ഇത് കൂടുതൽ പേർക്കും റെസനേറ്റ് ആവട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുകയാണ്. പിന്നെ ഇതാണ് നിങ്ങളുടെ എനർജി. നിങ്ങളിലേക്ക് നീതി വരാൻ പോവുകയാണ്. നിങ്ങളിലേക്ക് നിങ്ങളുടെ പ്രണയം തിരികെ വരാൻ പോവുകയാണ്. നിങ്ങളിലേക്ക് നിങ്ങളുടെ കുടുംബപരമായിട്ട് നിങ്ങൾ ഒന്നിച്ച് ജീവിക്കാൻ പോവുകയാണ്. അതാണ് നിങ്ങൾക്ക് വരുന്ന ജഡ്ജ്മെന്റ് ഇവിടെ കാണുന്നത്. നിങ്ങളുടെ ഡാർക്ക് നൈറ്റ്സ് ഒക്കെ കഴിഞ്ഞു എന്നാണ് ഇവിടെ പറയുന്നത്. അവരുടെ എനർജി ആണെങ്കിൽ മുമ്പ് പറഞ്ഞ പോലെ 10 ഓഫ് വാണ്ട്സ് ആണ്. അവർക്ക് ആ ഭാരം താങ്ങാൻ വയ്യ. നിങ്ങളെ വിട്ടിട്ട് എവിടെയാണോ പോയത്, നിങ്ങളുടെ പൈസയും പറ്റിച്ചിട്ട് എവിടെയാണോ പോയത്, അവിടെ നല്ല ഫൈറ്റ് നടക്കണം. 7 ഓഫ് വാണ്ട്സ് ആണ് വന്നിരിക്കുന്നത്. പുച്ഛം വഴി നടക്കുകയാണെന്ന് പറയാം നമുക്ക് വേണമെങ്കിൽ കോമഡി ആയിട്ട്. നല്ല രീതിയിൽ ഫൈറ്റ്സ് നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്. അപ്പോൾ അവിടെ അവർക്ക് നിൽക്കാൻ പറ്റില്ല, ഓടിക്കളിച്ച് ഇങ്ങോട്ട് തന്നെ വരും. അതിൻ്റെ ഒരു അവസ്ഥ ഞാൻ നേരത്തെ എനിക്ക് പേഴ്സണൽ റീഡിംഗ് എടുത്ത് നമ്മളുടെ ഹീലിങ്ങിന് വന്ന് നമ്മുടെ അമ്പലത്തിൽ വന്ന് തൊഴുതി പ്രാർത്ഥിച്ചിട്ട് പോയ ചേട്ടൻ്റെ കാര്യം ഞാൻ മുമ്പ് പറഞ്ഞിട്ടുണ്ടായിരുന്നു മുമ്പത്തെ വീഡിയോയിൽ. ആ ചേട്ടന് അത് കൃത്യമായിട്ട് ആ ചേട്ടൻ്റെ വൈഫ് തിരിച്ചു വന്നു. ഈ പറഞ്ഞ സാഹചര്യമായിരുന്നു അവിടെ നടന്നിട്ടുണ്ടായിരുന്നത്. അവിടെ പോയി ഇവിടെ ഇവിടത്തേക്കാളും എന്തോ നിധി ഉണ്ടെന്ന് പറഞ്ഞിട്ടാവും മേ ബി അങ്ങോട്ട് പോയിട്ടുണ്ടാവുക. പക്ഷെ അവിടെ ഇതൊന്നും അല്ല സാഹചര്യം എന്ന് മനസ്സിലാക്കി അവർ തമ്മിൽ ഫുൾ ഫൈറ്റ് എടുത്തിട്ട് അടി, ദേഹോപദ്രവം എല്ലാം സഹിക്കാൻ വയ്യാണ്ടായി. ഞാൻ പറഞ്ഞ കുറച്ച് കാര്യങ്ങളൊക്കെ പറഞ്ഞു കൊടുത്തിട്ടുണ്ടായിരുന്നു. നമ്മുടെ അമ്പലത്തിൽ വന്ന് തൊഴിച്ചിട്ടുണ്ടായിരുന്നു. ഇതെല്ലാം കഴിഞ്ഞ് കഴിഞ്ഞപ്പോൾ 21 ദിവസം കഴിഞ്ഞതിന് മുമ്പ് തന്നെ ആ വ്യക്തി അവരിലേക്ക് തിരിച്ചു വന്നോണേ. അല്ല, എൻ്റെ ഫയലിൽ അദ്ദേഹത്തിൻ്റെ വ്യക്തിയുടെ ഫോട്ടോ കിടക്കുന്നുണ്ട്. പക്ഷെ അതെനിക്ക് കാണിച്ചു തരാൻ നിർവാഹം ഇല്ലാത്തത് കൊണ്ട്, കാരണം ആ ചേച്ചിക്ക് അത് ബുദ്ധിമുട്ടാവും. ആ ചേട്ടനല്ല, ആ ചേച്ചിക്ക് അത് ബുദ്ധിമുട്ടാവും എന്നുള്ളത് കൊണ്ട് ഞാനതിവിടെ റിവീൽ ചെയ്യുന്നില്ല. പക്ഷെ സത്യമായ കാര്യമാണ് പറയുന്നത്. അപ്പോൾ നല്ല കണക്കിന് പെട കിട്ടിക്കൊണ്ടിരിക്കുന്നുണ്ട്. ആ പോയ ആൾക്കും പെട കിട്ടുന്നുണ്ട്, കൂടെ കൊണ്ടുപോയ ആൾക്കും വേണ്ടിയിരുന്നില്ല എന്നായിട്ടുണ്ട്. പക്ഷെ അവർ ചീറ്റിംഗ് ചെയ്യാണെന്ന് ഇപ്പോഴാണ് അവർ തിരിച്ചറിയുന്നത്. അതാണ് നിങ്ങൾക്ക് കിട്ടുന്ന നീതി, ജഡ്ജ്മെന്റ്. അതാണ് നിങ്ങൾക്ക് അവിടെ നടക്കുന്ന ജഡ്ജ്മെന്റ്. അതുകൊണ്ടാണ് ഈ ഒരു സാഹചര്യം മടുപ്പ് ഒഴിവാക്കി എങ്ങനെയെങ്കിലും നിങ്ങളിലേക്ക് എത്തണമെന്ന് ആഗ്രഹിച്ചവർ നിങ്ങളിലേക്ക് ഓടി വരാൻ പോവുകയാണ്. ക്ലിയർ ആവുന്നുണ്ടോ? ഓക്കെ. അപ്പൊ ഏറ്റവും സന്തോഷത്തോടു കൂടെ ഇത് നിങ്ങളുടെ റീഡിംഗ് ആണ് എന്ന് പറഞ്ഞ് നിങ്ങൾ താഴെ കമന്റ് ഇടുക. ആണെന്നുണ്ടെങ്കിൽ ഇത് എന്നിലേക്ക് ക്ലെയിം ചെയ്ത് വരട്ടെ, യൂണിവേഴ്സ് എന്നിലേക്ക് ഇത് മാനിഫെസ്റ്റ് ചെയ്ത് കൊണ്ടുവരട്ടെ എന്ന് നിങ്ങൾ ക്ലെയിം ചെയ്ത് കമന്റ് ഇടുക. നല്ലത് മാത്രം വരട്ടെ. നമുക്ക് ഒറാക്കിൾ കാർഡ് കൂടെ എടുത്ത് നോക്കാം. പേഴ്സണൽ റീഡിംഗ് താല്പര്യമുള്ളവർ എൻ്റെ ഇവിടുത്തെ നമ്പറിൽ കോൺടാക്ട് ചെയ്യുക. കോഴ്സിന് താല്പര്യമുള്ളവർ കോഴ്സിന് ജോയിൻ ചെയ്യുക. പിന്നെ അതേപോലെ ഞാൻ ഇന്ന് മുതൽ ടാരോ പഠിപ്പിച്ച് തുടങ്ങിയിട്ടുണ്ട്. താല്പര്യമുള്ളവർ ടാരോ പഠിക്കാൻ എന്നിലേക്ക് വരുന്നവർക്ക് ഞാൻ ഈ ഒറാക്കിൾ കാർഡ് ഗിഫ്റ്റായിട്ട് തരുന്നതാണ്. ഈ കാർഡിൻ്റെ MRP കാണുന്നുണ്ടല്ലോ, 1700 രൂപയാണ് ഈ കാർഡിന്.
MRP റേറ്റ്. പക്ഷെ ഞാനിത് എൻ്റെ കോഴ്സിൽ ജോയിൻ ചെയ്യുന്നവർക്ക് ഫ്രീ ആയിട്ട് ഞാൻ തരുന്നതാണ്. ഓക്കെ, അപ്പോൾ ഭഗവാൻ എന്താണ് നിങ്ങളോട് പറയുന്നത് നോക്കാം. പ്രണയത്തിന് വേണ്ടി മാത്രം മാറ്റിവെച്ച ഒരാൾക്ക് കാർഡാണ് കേട്ടോ അത്. ഇത് നിങ്ങൾക്ക് ഇപ്പോൾ ടാറോ പഠിച്ചിട്ടില്ല എന്നുണ്ടെങ്കിലും നിങ്ങൾക്ക് ഗൈഡൻസ് ആയിട്ട് ഈ കാർഡ് വാങ്ങി നിങ്ങൾക്ക് സജഷൻ എടുക്കാവുന്നതാണ്. ഈ കാർഡ് വേണമെന്നുള്ളവർക്കും എന്നെ കോണ്ടാക്ട് ചെയ്യാവുന്നതാണ്. പക്ഷെ ടാറോ പഠിക്കുകയാണെന്നുണ്ടെങ്കിൽ ഇത് നിങ്ങൾക്ക് ഞാൻ ഫ്രീ ആയിട്ട് തരും. ഒരു ഗിവ് അവേ കൂടെ തരണം എന്ന് ആഗ്രഹിക്കുന്നുണ്ട്. അതിലും ഞാൻ ഒന്നെങ്കിൽ ബ്രേസ്ലെറ്റോ ക്രിസ്റ്റലോ എന്തെങ്കിലും തരാൻ ഞാൻ ആഗ്രഹിക്കുന്നുണ്ട്. ഗിവ് അവേ വേണം എന്നുണ്ടെങ്കിൽ നിങ്ങളിവിടെ കമന്റ് ഇടുക. കുറച്ച് ക്രൈറ്റീരിയാസ് ഉണ്ടാവും, അത് നിങ്ങൾ പാലിക്കണം. വലിയ കാര്യമൊന്നുമില്ല, കുറച്ച് കാര്യങ്ങളുണ്ടാവും, അത് ഞാൻ പറയാം. ഓക്കെ, മുരളീരവൻ എന്നാണ് കാർഡ് വന്നിരിക്കുന്നത്. പ്രണയത്തെ നിങ്ങൾ ബലിശമായ ആഗ്രഹങ്ങൾക്ക് വേണ്ടി ഉപയോഗപ്പെടുത്തുന്നു. അതായത് നല്ലതല്ലാത്ത എന്തെങ്കിലും കാര്യങ്ങൾക്ക് വേണ്ടി നിങ്ങൾ ഉപയോഗപ്പെടുത്തുന്നുണ്ടെങ്കിൽ അത് മാറ്റി വെക്കുക, അങ്ങനെ ചെയ്യരുത് എന്നാണ് പറയുന്നത്. ചിലപ്പോൾ ചിലർ ഫിസിക്കൽ കോണ്ടാക്റ്റിന് വേണ്ടി മാത്രമായിരിക്കും, അല്ലെങ്കിൽ എന്തെങ്കിലും കാര്യസാധ്യത്തിന് വേണ്ടി മാത്രമായിരിക്കും നിങ്ങൾ ആ ഒരു റിലേഷൻഷിപ്പ് ചൂസ് ചെയ്തിട്ടുണ്ടെന്നുണ്ടെങ്കിൽ അങ്ങനെയുള്ളവർ ഒരിക്കലും അത് ചെയ്യാതിരിക്കുക എന്നാണ് ഭഗവാൻ നിങ്ങളോട് പറയുന്നത്. ഓക്കെ, അപ്പോൾ എല്ലാവർക്കും നല്ലത് മാത്രം വരട്ടെ. ശുഭരാത്രി, അല്ല ശുഭദിനം. ഞാൻ രാത്രിയാണ് ഷൂട്ട് ചെയ്യുന്നത്, അതുകൊണ്ടാണ് അങ്ങനെ പറഞ്ഞത്. ശുഭദിനം. ഹാവ് എ നൈസ് ഡേ.